സെൻട്രൽ ക്യാരക്ടറാണ്. ഒരുപാട് ഒരു ഫാമിലി മാൻ, ഒരു അധ്യാപകൻ, പക്ഷേ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഒരുപാട് മേഖലയിലൂടെ, കാരണം ഒരുപാട് അനുഭവിച്ച ഒരാളാണ്. ഇപ്പം നമ്മൾ ഇപ്പോൾ കുരുപ്പാപ്പയുടെ ഇൻ്റർവ്യൂ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ട്രെയിലർ റിലീസ് കണ്ടപ്പോൾ സത്യത്തിൽ എൻ്റെ കണ്ണിലൂടെ വെള്ളം നിറയുമായിരുന്നു. കാരണം ഞാൻ 8 മാസം പ്രായമുള്ളപ്പം എനിക്ക് അച്ഛൻ നഷ്ടപ്പെട്ടതും, ഞാൻ ആരോടൊക്കെ പറയാതിരിക്കുന്ന ഒരുപാട് സാധനങ്ങൾ. അപ്പോൾ 8 മാസം പ്രായമുള്ളപ്പോൾ എൻ്റെ അമ്മ എന്നെയും കൊണ്ട് ജീവിക്കാൻ ഇറങ്ങിയത്. ഒരമ്മയുടെ കണ്ണുനീര് കണ്ട് 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 വളർന്ന, ഒരുപക്ഷെ എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ല. ഏറ്റവും കൂടുതലും അമ്മ അടികളാണ് തരിക, അടി ഇടി ചവിട്ട് ഏറി. പക്ഷേ ഓരോ അമ്മ ചെയ്യുമ്പോഴും എനിക്ക് എൻ്റെ അമ്മയോടുള്ള സ്നേഹം വർദ്ധിച്ചാണ് വന്നുകൊണ്ടിരുന്നത്. കാരണം ഇതിൻ്റെ പുറകിലെല്ലാം അമ്മയുടെ ജീവിതം തകർന്നു പോയതിൻ്റെ ഒരു അനുഭവമാണ്. അത് നമ്മൾ റിയൽ അനുഭവിക്കുമ്പോൾ മാത്രമാണ് അത് അറിയാൻ പറ്റും. നമ്മൾ സാധാരണ പലപ്പോഴും ബോഡി ഷെയ്മിങ് എന്ന് പറയും. എന്നെ സംബന്ധിച്ച് എനിക്ക് കാസ്റ്റ്, ക്രീഡ്, ഏത് രീതിയിലാണെങ്കിലും ഷെയ്മുകൾ ഒരുപാട് അനുഭവിച്ചത്. ഞാൻ 2 കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രോഡക്റ്റ്, വളരെ മീഡിയം. എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, എൻ്റെ അച്ഛൻ 2ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ പഠനത്തിൽ, സ്കൂളുകളിൽ ഞാൻ അനുഭവിച്ച പീഡനങ്ങളാണ് ഒരുപക്ഷെ എന്നെക്കൊണ്ട് 7-8 ഡിഗ്രികൾ എടുപ്പിച്ചതും ഇത്രയും തലത്തിലേക്ക് എത്തിയത്. ഒരു ആവറേജ്, ബിലോ ആവറേജ്, ഒരു ഓർഡിനറി വ്യക്തിയായിട്ടുള്ള ഞാൻ മാസമായിട്ട് ഉറക്കമില്ലാതെ ഹാർഡ് വർക്ക് ചെയ്തത് എൻ്റെ ഉള്ളിലുണ്ടായ പെയിനുകൾ തന്നെ. അതുപോലെ തന്നെ എഴുതാൻ അറിഞ്ഞുകൂടാത്ത ഞാൻ 10 പുസ്തകങ്ങൾ എഴുതിയത്, +1 +2 ബയോളജി പുസ്തകങ്ങൾ എഴുതിയതുമല്ല ഒരുപക്ഷെ ഈ പറയുന്ന ഇൻസൾട്ടുകൾ ഒരുപാടുണ്ട്. അപ്പം നമ്മുടെ സമൂഹം, പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറേ പേര് ഒരു പ്രീ ജഡ്ജഡായിട്ടാണ് കാണുന്നത്, ഒരു മുൻധാരണയോടുകൂടി. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ തലമുടിയും താടിയും നരച്ചതാണ്. കാരണം പാരമ്പര്യമായിട്ട് എൻ്റെ അമ്മയും അച്ഛനും നേരത്തെ നരച്ചത്. പിന്നെ ഞാൻ ഒരുപാട് ചിന്തിക്കുമെന്നുള്ളത് കൊണ്ടും ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടാണ് കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അപ്പം തല ഒരുപാട് ചൂടായി. ഞാൻ MSc പഠിക്കുമ്പോൾ തന്നെ എനിക്ക് മീശയും താടിയെല്ലാം നരച്ചിരുന്നു. പിന്നെ ഞാനൊരു കളർ ഡൈ ഉപയോഗിച്ച് ഉള്ള കളർ ബ്ലാക്കും കൂടെ വെളുപ്പായിപ്പോയി. കളർ ഡൈയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അത് അവരുടെ മാർക്കറ്റിംഗ് ആണ്. പക്ഷേ ഞാനിപ്പോൾ ഇറങ്ങുമ്പോൾ ഇവിടെ ഈ വിനീത് സാർ എന്ന് പറയുന്നത്, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഞാൻ 9ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് വിനീത് സാറിൻ്റെ ആദ്യ പടം ഹരിഹരൻ സാറിൻ്റെ ഞാൻ കാണുന്നത്. അപ്പോൾ ഞാനും വിനീത് സാറും തമ്മിൽ 1-2 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടാവും. എന്നെക്കാൾ എത്രയോ മൂത്തതാണ് ഷാരൂഖ് ഖാൻ, അമീർ ഖാൻ, സൽമാൻ ഖാൻ. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ എന്നെ കുറയ്ക്കപ്പെടാൻ ഇഷ്ടപ്പെടാത്തത് ആ വെള്ളത്താടിയില്ലേ, അല്ലെങ്കിൽ ആ താടി നമ്മൾ മുൻധാരണയോടുകൂടി കുറേ വിധിക്കും. മനസ്സിലായില്ലേ? നമ്മളെക്കാളൊക്കെ പ്രായമുള്ള, എനിക്ക് എത്ര പ്രായമുണ്ടെന്നുള്ളതല്ല വിഷയം. നമ്മളുടെ ജീവിതാനുഭവങ്ങൾ, നമുക്കൊരു ക്യാരക്ടർ തന്നാൽ എങ്ങനെ ചെയ്യാൻ കഴിയുന്നു. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ മിടുക്കരായ യൂട്യൂബേഴ്സാണ്, നിങ്ങൾ കണ്ടെത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യനെ എങ്ങനെയായിരിക്കും ആരും സഹായിക്കാനില്ലാതെ തെരുവിൽ നിന്ന് ഹാർഡ് വർക്ക് ചെയ്ത് എത്രത്തോളം, അല്ലെങ്കിൽ ഇവിടം വരെയൊക്കെ എത്തി. അപ്പോൾ അങ്ങനെയൊക്കെ എത്തുന്ന ഒരു വ്യക്തിയെ നമുക്ക് എത്രത്തോളം സഹായിക്കാം? അയാൾ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടോ? ചാരിറ്റിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്, അല്ലാതെ ഫാമിലിക്ക് വേണ്ടിയൊന്നും. അങ്ങനെ വന്നപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ ലാലേട്ടൻ എന്നോട്, ബിഗ് ബോസിൽ തന്നെ നിങ്ങൾ കണ്ടതാണ് എൻ്റെ സീസണിൽ, 2ാമത്തെ സീസണിൽ കട്ടയ്ക്ക് കളിക്കുകയും ആത്മാർത്ഥമായി ചെയ്യുകയും ആ ഷോയ്ക്ക് വേണ്ടി ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ 5ാമത്തെ സീസണിൽ എന്നെ ചലഞ്ചറായിട്ട് അവർ കൊണ്ടുപോയത് ഏഷ്യാനെറ്റ്, അല്ലേ? അപ്പോൾ ഞാൻ ആ ഗുണത്തിന് വേണ്ടി മാത്രം ചെയ്യും. പക്ഷെ കുറച്ച് പേർക്ക് പലപ്പോഴും നമ്മളിൽ കുറേ തൊലി കറുത്തവരാണെങ്കിൽ ഇങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല, ജാതി നോക്കിയിട്ടാണെങ്കിൽ ഇഷ്ടപ്പെടത്തില്ല. അപ്പൻ ഒരു ജാതി, അമ്മ ഒരു ജാതിയാണെങ്കിൽ ഇൻസൾട്ടാണ്, അപമാനമാണ്. സാമ്പത്തികം ഇല്ലെങ്കിൽ അപമാനമാണ്. അച്ഛനില്ലാതെ വളർന്നു കഴിഞ്ഞാൽ ഒരുപാട് പേരുദോഷം കേൾക്കേണ്ടി വരും. അമ്മ ഇല്ലാതെ കഴിച്ചാൽ ജീവിക്കും ഒരുപാട് പേര്. ഇങ്ങനെ എല്ലാ സമസ്ത മേഖലകളിലും പേരുദോഷങ്ങളുടെ കൂമ്പാരങ്ങളും കിരീടങ്ങളും വെച്ച് നടന്നിട്ട് ചിരിച്ച് നടന്ന് ഇവിടം വരെ എത്തിയൊരു കഥാപാത്രമാണ്. അതുകൊണ്ട് പറയാനാണെങ്കിൽ ബേണിംഗ് ആയി ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എൻ്റെ സമയം എത്തിയിട്ടില്ല. ഇവർ ഡോഗ് ഹാസ് എ ഡേ എന്ന് എപ്പോഴും ഞാൻ എന്നെക്കുറിച്ച് എൻ്റെ മനസ്സിൽ തന്നെ പറയാറുണ്ട്. എൻ്റെ ടൈമും വരും, അന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും ഉറക്കം വിളിച്ച് പറയും. ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രവേഴ്സി, പിന്നെ ചിലപ്പോൾ ഞാൻ പടമായി ചെവരിലിരിക്കേണ്ടി വരും. ഞാനൊക്കെ അങ്ങനെ ചെവരിൽ പടമായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് വൃദ്ധസദനങ്ങളുകാർ എന്നെയും കാത്തിരിക്കുന്നുണ്ട്, ഒരുപാട് ക്യാൻസർ ആൻഡ് ഡയാലിസിസ് കുട്ടികൾ എന്നെയും കാത്തിരിക്കുന്നുണ്ട്. പഠിക്കാൻ മിടുക്കരായ അച്ഛനില്ലാത്ത അമ്മ വളർത്തുന്ന, അമ്മയില്ലാതെ അച്ഛൻ വളർത്തുന്ന മിടുക്കരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് ഉദ്ഘാടനത്തിനൊന്നും ഒന്നും കിട്ടാറില്ല. ഒരു പരിപാടിക്കും പോയാലും എനിക്കൊന്നും കിട്ടില്ല. രജിത്തേട്ടന് കിട്ടുന്നത് പരിപ്പ് വടയും കട്ടൻ ചായ. നിങ്ങൾ അന്വേഷിച്ച് നോക്കിയത്. അപ്പോൾ കിട്ടുന്നതിൽ നിന്ന് ചെയ്തു പോകുമ്പോൾ 17 സിനിമ ചെയ്തു. ലാലേട്ടൻ അന്ന് 2 പടങ്ങൾ പറഞ്ഞിരുന്നു. എന്തോ ഇതുവരെയ്ക്കും കിട്ടിയിട്ടില്ല. ലാലേട്ടൻ തരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ ചിലർ പറയാറുള്ള, ചിലപ്പം നമ്മൾ ഭയങ്കര പെർഫോമൻസ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു പെർഫോമറൊന്നും അല്ല. ദൈവം തരുന്നു, നമുക്കൊരു കഴിവും ഒന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ലാലേട്ടൻ ഉറപ്പായിട്ട് തരുമെന്ന് വിശ്വസിച്ച് തന്നെയാണ് ഞാൻ പോകുന്നത്. തന്നാലും തന്നില്ലെങ്കിലും ഞാൻ അവരെയൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്.
പക്ഷെ അത് കഴിഞ്ഞ് കൊറോണയായി 10-17 സിനിമകൾ പോലും നടന്നില്ല. ഇപ്പം 17 സിനിമകൾ ചെയ്തു, 4 സിനിമകൾ ഇറങ്ങി. ഈശോ നിങ്ങൾ പലപ്പോൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ എന്ന നരിമാർ സാറിൻ്റെ പടം. അത് ഇപ്പോൾ ഇറങ്ങിയത് പേപ്പട്ടി എന്നോ, ഞാൻ പേര് കൊണ്ട് മാത്രം അത് ഇത്തിരി ബാക്കിൽ പോയി. പക്ഷെ ഉഗ്രൻ കഥയുള്ള സലിം ബാബയുടെ സിനിമയായിരുന്നു. അത് അഡ്വക്കേറ്റ് വാളൂരാൻ എന്ന് പറയുന്ന ക്യാരക്ടർ. ഇനിയിപ്പോൾ 7 പടങ്ങൾ റിലീസാകാൻ പോകുന്നുണ്ട്. നടികർ എന്ന് പറയുന്ന ടോവിനോ, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇത്രയും നല്ലൊരു നടനെ അല്ലെങ്കിൽ ഇത്രയും നല്ല സ്നേഹസമ്പന്നമായ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. അത് ടൊവിനോ തന്നെയാണ് ഞാൻ കണ്ടതിൽ വെച്ച്, ഞാൻ അടുത്ത് പരിചയപ്പെട്ടതിൽ വെച്ച്. കാരണം എന്നെയൊക്കെ ചേർത്ത് നിർത്തുമ്പോൾ ഒരു ചേട്ടനെ പോലെ ചേർത്ത് താടി നരച്ചതുകൊണ്ടൊന്നും വയസ്സാവുമെങ്കിൽ ഇന്ന് സ്കൂളിൽ 8ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരുടെ തലമുടിയും ഒക്കെ നരച്ചിരിക്കുകയാണ്. നര കണ്ടൊന്നും ആരുടെയും പ്രായം നോക്കരുത്, അവരുടെ പവർ നോക്കണം, അവരുടെ ആർജവം നോക്കണം. അത് നോക്കിയിട്ട് വേണം നമ്മൾ ആൾക്കാരെ തിരിച്ചറിയാൻ. അല്ലാതെ തൊലി, നഖം, തലമുടി ഇതൊക്കെ ചീപ്പാണ്. കാരണം നമ്മുടെ ലോകം ഒരുപാട് മാറി. അപ്പോൾ ഇപ്പോൾ സുരേഷ് തിരുവല്ല എന്ന് പറയുന്ന ഡയറക്ടറുടെ സിനിമ കെട്ട് കാഴ്ച എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട്. ദൈവം അനുഗ്രഹിച്ച് എനിക്ക്